ഡിപ്രഷൻ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് അല്ലേ. പക്ഷെ ആ നടി ചെയ്ത പോലെ തന്നെ ഡിപ്രഷൻ ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ നടത്തിയ പ്രസ്താവനയിൽ എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ വട്ടിനെയാണ് നമ്മളിപ്പോൾ ഇംപ്രവൈസ് ചെയ്തിട്ട് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നതെന്ന്. ഈ ഒരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ മുമ്പ് ഒരിക്കലും ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്. ഇത് ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല, പക്ഷെ ഒരു കഥയായിട്ട് ഞാൻ പറയാം. അതിലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ എല്ലാവരും ആൾക്കാരും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തെ കേൾക്കാൻ മാത്രം ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരിക്കൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യാണ്. അപ്പോൾ അന്വേഷിച്ച് വന്ന ആൾക്കാർക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹം ഇൻറ്റേർണൽ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന ആളായിരുന്നു. വീട്ടിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ അദ്ദേഹം ഇങ്ങനത്തെ ഒരു കളിയാക്കലോ കുറ്റപ്പെടുത്തലോ ഒക്കെ നേരിട്ടിട്ടുണ്ടാവണം. അദ്ദേഹം പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവസാനം സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് മടുത്തിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഇതുപോലെ നമ്മുടെ ലൈഫിലും ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൗൺസിലിംഗ് നേരിടുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവരെയെല്ലാം ഇതുപോലെ കളിയാക്കാണ്ട് അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക, അവരെ ലിസൺ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇത് ഒന്നും അറിയാത്ത ആൾക്കാർക്ക്, ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അവരോട് എമ്പതി ഫീൽ ചെയ്യുക. ഇതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോ?